വെളിയംകോട് കാളി അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വഫാത്ത് ദിനമാണല്ലോ സഫർ 3. മഹാനവറുകളെക്കുറിച്ചും സയ്യിദാബാദിൽ മഹാനവറുകളാൽ സ്ഥാപിതമായ ദിക്ർ ഹൽക്കയെ സംബന്ധിച്ചും അല്പം വിവരിക്കട്ടെ. വെളിയംകോട് കാളി അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ വെച്ചുള്ള പ്രധാന ഗുരുവര്യനാണ് ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. ലാഹിറായ ഉലൂമുകളിൽ മാത്രമല്ല ബാത്തിനിയായ ഉലൂമുകളിലും ഷെയ്ഖായിരുന്നു ഹസ്രത്ത് അവർകൾ. ദാറുൽ ഉലൂം ദുയൂബന്ദ് പ്രിൻസിപ്പാളായിരുന്ന ഷെയ്ഖുൽ ഇസ്ലാം സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ത്വരീഖത്തിലെ ഖലീഫയാണ് വെല്ലൂർ ബാക്കിയാത്ത് സ്വാലിഹാത്തിൽ 25 വർഷം മുദരിസായും ഷെയ്ഖുൽ ഹദീസായും പ്രിൻസിപ്പാളായും സേവനമനുഷ്ഠിച്ച മൗലാന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഉന്നതരായ പണ്ഡിതന്മാരുടെയൊക്കെയും ഗുരുവര്യനാണ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്. സൂഫി വര്യനായ തൻ്റെ ഗുരുവര്യൻ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിൽ നിന്നാണ് ചിശ്തി ത്വരീഖത്തിലെ ഇജാസത്ത് കാളി അബ്ദുൽ ഖാദർ മുസ്ലിയാർക്ക് ലഭിക്കുന്നത്. കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ MFB സയ്യിദാബാദ് അവർകൾ വെളിയംകോട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സ്മരണികയിൽ എഴുതുന്നു: ഷെയ്ഖുൽ മശായിഖ് മുത്തബിയുസ്സുന്ന ഷെയ്ഖുൽ ഹദീസ് മൗലാന ഷെയ്ഖ് ഹസൻ ഹസ്രത്തും മഹാനവറുകളുടെ ഒരു സുപ്രധാന ഗുരുവര്യനാണ്. ഷെയ്ഖ് ഹസൻ ഹസ്രത്തുമായുള്ള ബന്ധം അവർണ്ണനീയമാണ്. ഗുരുവൈ അജ്മീർ ഖാജ റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ കടന്നുപോയി ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി വൈ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിലേക്കെത്തുന്ന ഒരു സുപ്രധാന ഇജാസത്ത് ഷെയ്ഖ് ഹസൻ ഹസ്രത്തിൽ നിന്ന് അബ്ദുൽ ഖാദർ മുസ്ലിയാർ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അവർകളെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇടയ്ക്കിടെ സ്വപ്നത്തിൽ കാണാറുണ്ട്. പല ഇഷാറത്തുകളും കിട്ടാറുമുണ്ട്. സയ്യിദാബാദിലെ ചില ദിക്ർ വാർഷികങ്ങളിൽ ദിക്ർ സംബന്ധമായ ചില ഇഷാറത്തുകളെ സംബന്ധിച്ച് മഹാനവറുകൾ പ്രസംഗിച്ചിട്ടുമുണ്ട്. കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ തുടർന്ന് എഴുതുന്നു: ഒരു ദിനം ഈ വിനീതൻ മഹാനായ കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു അവർകളെ കാണാൻ ചെന്നപ്പോൾ കാളി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഷെയ്ഖ് ഹസൻ ഹസ്രത്തുമായുള്ള ബന്ധവും സ്വപ്നവും അയവിറക്കുകയുണ്ടായി. കുറ്റിപ്പുറം അബ്ദുള്ള മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹു ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് സ്മരണികയിൽ എഴുതുന്നു: വന്ധ്യ ഉസ്താദ് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് ദാറുൽ ഉലൂം ദുയൂബന്ദിലെ അനവധി ഷെയ്ഖന്മാരിൽ നിന്നു പല വകുപ്പ് ഇൽമുകളും ഇജാസത്തും ത്വരീഖത്തിൽ ഖിലാഫത്തും ബൈഅത്തും കരസ്ഥമാക്കി. കേരളത്തിൽ നിന്ന് ഉസ്താദന്മാരിൽ നിന്നും ഷെയ്ഖന്മാരിൽ നിന്നും ഇത്യാദി വൻ വിഷയം കരസ്ഥമാക്കിയതിൻ്റെ പുറമെയാണിത്. ഇജാസത്ത് സുമ്മ്, ത്വരീഖത്തുൽ ഖാദിരിയത്ത്, ഇജാസത്തുൽ ഹദ്ദാദ് വ ദലായിലുൽ ഖൈറാത്ത് മറ്റും. മൗലാന സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി ഹസ്രത്തിൻ്റെ ഖലീഫയുമാണ് ഷെയ്ഖുന ഹസൻ ഹസ്രത്ത്. അൽ നുഹാസി ചാമക്കാല എഴുതുന്നു: വലിയ ആബിദും സൂഫിയുമായിരുന്ന അബ്ദുൽ ഖാദർ മുസ്ലിയാർ നിരവധി ത്വരീഖത്തുകളുടെ ഷെയ്ഖ് കൂടിയായിരുന്നു. ചിശ്തിയ ത്വരീഖത്ത് മഹാനവറുകൾക്ക് ലഭിച്ചത് അവിടുത്തെ ഗുരു ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് പാപ്പനിശ്ശേരി എന്നിവരിൽ നിന്നാണ്. അദ്ദേഹത്തിന് നൽകിയത് ഷെയ്ഖ് ഹുസൈൻ അഹമ്മദ് മദനി ദുയൂബന്ദ് എന്നവരും അദ്ദേഹത്തിന് നൽകിയത് ഷെയ്ഖ് റഷീദ് അഹമ്മദ് ഗംഗോഹി എന്നവരും അദ്ദേഹത്തിന് നൽകിയത് മുഹാജിർ മക്കി എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് ഹാജി ഇംദാദുള്ള എന്നവരുമാണ്. മുഹാജിർ മക്കിയുടെ സിൽസില പ്രശസ്തമാണ്. ഇദ്ദേഹം അല്ലാമ യൂസുഫ് നബ്ഹാനിയുടെ ഷെയ്ഖ് കൂടിയാണ്. ഇമാം ജാസൂലിയുടെ ദലായിലുൽ ഖൈറാത്തിൻ്റെ സമ്മതവും ഖാദർ മുസ്ലിയാർക്ക് ലഭിച്ചത് ഷെയ്ഖ് ഹസൻ ഹസ്രത്തിൽ നിന്നു തന്നെ. ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് വഴിയുള്ള ദിക്ർ വെളിയംകോട് കാളി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സയ്യിദാബാദിൽ സ്ഥാപിച്ചതിനെ സംബന്ധിച്ച് കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ വിവരിക്കുന്നു. ഒരു ഉന്നത വ്യക്തിത്വത്തിൻ്റെ ഉടമ
മർഹൂം വി.എ. ആസാദ് സാഹിബിൻ്റെയും വന്ദ്യരായ അൽഹാജ് പി.കെ. അബൂബക്കർ മുസ്ലിയാരുടെയും അപേക്ഷയനുസരിച്ച് മഹാനവർകൾ ആ മഹത്തായ ദിക്ർ സയ്യിദാബാദുർ റഹ്മാനി മസ്ജിദിൽ സ്ഥാപിക്കുകയുണ്ടായി. 30-ലധികം വർഷങ്ങൾ പിന്നിട്ട ആ മഹത്തായ ദിക്ർ മുടങ്ങാതെ ഇന്നും കൃത്യമായി വാർഷിക ആണ്ടുകളോടെ പുരോഗതിയിൽ നടന്നുവരുന്നു. സയ്യിദാബാദ് ഗ്രാമത്തെ ഒരു മഹാസംഭവമാക്കി മാറ്റിയതിൽ മഹാനവർകൾക്കും സ്ഥാപിതമായ ദിക്റിനും ഏറ്റവും മഹത്തായ പങ്കാണുള്ളത്. വി.എ. ആസാദ് സാഹിബിൻ്റെ മകൻ വി.എ. മുഹിയുദ്ദീൻ ഹാജി സയ്യിദാബാദ് അവർകൾ എഴുതുന്നു, ഈ നാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കാലത്ത് നാട്ടിലെ പല പൗരപ്രധാനികളും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ബന്ധം മരണം വരെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ വിനീതനായ എൻ്റെ പിതാവ് വി.എ. ആസാദുമായുള്ള ബന്ധം അഭേദ്യമാണ്. അതൊരു ആത്മീയ ബന്ധം കൂടിയായിരുന്നു. അതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് അബ്ദുറഹ്മാൻ നഗറിലെ ചെണ്ടപ്പുറായക്കടുത്ത സയ്യിദാബാദ് മസ്ജിദിൽ കഴിഞ്ഞ 30 വർഷമായി നടന്നുവരുന്ന ദിക്ർ ഹൽക്ക. ഈ ദിക്റിൻ്റെ ഷേഖ് സൂഫിവര്യനായ വെളിയങ്കോട് ഉസ്താദാണ്. പല പ്രാവശ്യവും ഈ ദിക്ർ സ്ഥാപിക്കുന്ന കാര്യം അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ പണ്ഡിതോചിതമായ തായ്മയോടെ മഹാനവർകൾ ഒഴിഞ്ഞുമാറുമായിരുന്നു. എന്നാൽ ആസാദ് സാഹിബിൻ്റെയും നാട്ടുകാരുടെയും നിർബന്ധത്തിന് വഴങ്ങി അവസാനം ഉസ്താദ് തന്നെ ദിക്ർ ഹൽക്ക സ്ഥാപിക്കുകയായിരുന്നു. ഈ പള്ളിയുടെയും പരിസരങ്ങളുടെയും സംരക്ഷണവും നാട്ടുകാരുടെ ഇഹപര വിജയവും കാംക്ഷിച്ചുകൊണ്ടാണ് ഈ ദിക്ർ ഹൽക്ക ഇവിടെ സ്ഥാപിച്ചത്. എല്ലാ തിങ്കളാഴ്ച രാവിലുമാണ് ഈ ദിക്ർ പള്ളിയിൽ നടന്നു വരുന്നത്. ഈ പള്ളിയിലും പരിസരങ്ങളിലും നാട്ടുകാർക്കും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പുരോഗതിക്ക് കാരണം ഈ ദിക്ർ ഹൽക്കയുടെ മാഹാത്മ്യം തന്നെയാണ്. എല്ലാ വർഷവും ദിക്റിൻ്റെ വാർഷികം സമുചിതമായി നടത്തിവരുന്നു. ഷെയ്ഖുന തീരുമാനിക്കുന്ന തീയതിക്ക് അദ്ദേഹത്തിന് കൂടി പങ്കെടുക്കാൻ കഴിയുന്ന ദിവസത്തിലാണ് വാർഷികം നടന്നു വന്നിരുന്നത്. വാർഷികത്തിന് നടക്കുന്ന ദുആയിൽ ഈ ദിക്ർ ഇവിടെ സ്ഥാപിക്കാൻ കാരണക്കാരനായ ആസാദ് സാഹിബിനെയും പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അനുസ്മരിക്കാറുണ്ട്. ഉസ്താദ് സ്ഥാപിക്കപ്പെട്ട ദിക്ർ ഹൽക്ക അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് പ്രവർത്തനത്തിൽ നിന്ന് ഇജാസത്താലെ ലഭിച്ചതാണ്. പള്ളിയിലെ ഇമാമും 30-ൽ പരം വർഷമായി ഈ നാടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഊരകം അബ്ദുള്ള മുസ്ലിയാരാണ് ഈ ദിക്റിന് നേതൃത്വം നൽകുന്നത്. വെളിയങ്കോട് കാളി അബ്ദുൽ ഖാദർ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് റഹ്മത്തുള്ളാഹി അലൈഹി വഴിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന ചിശ്തി ത്വരീഖത്തിൻ്റെ പൂർണ്ണമായ പരമ്പര ഇങ്ങനെയാണ്. വെളിയങ്കോട് കാളി അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മൗലാന ഷെയ്ഖ് ഹസൻ ഹസ്രത്ത്, ഹസ്രത്ത് സയ്യിദ് ഹുസൈൻ അഹമ്മദ് മദനി, ഹസ്രത്ത് മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി, ഹസ്രത്ത് ഹാജി ഇംദാദുല്ല മുഹാജിർ മക്കി, ഹസ്രത്ത് മിയാൻജി നൂർ മുഹമ്മദ് ജിഞ്ചാനവി, ഹസ്രത്ത് ഷാ അബ്ദുറഹീം ഷഹീദ് വിലായത്തി, ഹസ്രത്ത് ഷാ അബ്ദുൽ ബാരി അമ്രോഹി, ഹസ്രത്ത് ഷാ അബ്ദുൽ ഹാദി അമ്രോഹി, ഹസ്രത്ത് ഷാ അസദുദ്ദീൻ അമ്രോഹി, ഹസ്രത്ത് ഷാ മുഹമ്മദ് മക്കി, ഹസ്രത്ത് സയ്യിദ് ഷാ മുഹമ്മദി, ഹസ്രത്ത് ഷെയ്ഖ് മുഹിബുല്ല ഇലാഹാബാദി, ഹസ്രത്ത് ഷെയ്ഖ് അബൂ സയ്യിദ് ഗംഗോഹി, ഹസ്രത്ത് ഷെയ്ഖ് നിസാമുദ്ദീൻ ബൽക്കി, ഹസ്രത്ത് ഷെയ്ഖ് ജലാലുദ്ദീൻ താനേസരി, ഹസ്രത്ത് ഷെയ്ഖ് അബ്ദുൽ ഖുദ്ദൂസ് ഗംഗോഹി, ഹസ്രത്ത് ഷെയ്ഖ് മുഹമ്മദ് റഡോൽവി, ഹസ്രത്ത് ഷെയ്ഖ് ആരിഫ് റഡോൽവി, ഹസ്രത്ത് ഷെയ്ഖ് അഹമ്മദ് അബ്ദുൽ ഹക്ക് റഡോൽവി, ഹസ്രത്ത് ഷെയ്ഖ് ജലാലുദ്ദീൻ കബീറുൽ ഔലിയ പാനിപ്പത്തി, ഹസ്രത്ത് ഷെയ്ഖ് ഷംസുദ്ദീൻ തുർക്ക് പാനിപ്പത്തി, ഹസ്രത്ത് മഖ്ദൂം അലാഉദ്ദീൻ അലി അഹമ്മദ് സാബിർ കല്യാരി, ഹസ്രത്ത് ഷെയ്ഖ് ഫരീദുദ്ദീൻ മസ്ഊദ് ഷക്കർ ഗഞ്ച്, ഹസ്രത്ത് ഖാജ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി, ഹസ്രത്ത് ഖാജ മുഈനുദ്ദീൻ ഹസൻ ചിശ്തി അജ്മീരി, ഹസ്രത്ത് ഷെയ്ഖ് ഖാജ ഉസ്മാൻ ഹാറൂനി, ഹസ്രത്ത് ഖാജ ഹാജി ഷരീഫ് സിന്ദാനി, ഹസ്രത്ത് ഖാജ കുത്തുബുദ്ദീൻ മൗദൂദ് ചിശ്തി, ഹസ്രത്ത് ഖാജ അബൂ യൂസുഫ് ചിശ്തി, ഹസ്രത്ത് ഖാജ അബൂ മുഹമ്മദ് ചിശ്തി,
ഹസ്രത്ത് ഖാജ അബു അഹമ്മദ് അബ്ദാൽ ചിശ്തി, ഹസ്രത്ത് ഖാജ അബു ഇസ്ഹാഖ് ഷാമി, ഹസ്രത്ത് ഖാജ മുംഷാദ് അലി ദിനവാരി, ഹസ്രത്ത് ഖാജ അബു ഹുബൈറ ബസരി, ഹസ്രത്ത് ഖാജ ഹുദൈഫ മാറാഷി, ഹസ്രത്ത് സുൽത്താൻ ഇബ്രാഹിം അദ്ഹം ബൽക്കി, ഹസ്രത്ത് ഫുലൈൽ ബിൻ ഇയാദ്, ഹസ്രത്ത് അബ്ദുൽ വാഹിദ് ബിൻ സെയ്ദ്, ഹസ്രത്ത് ഹസൻ ബസരി, അമീറുൽ മുഅ്മിനീൻ ഹസ്രത്ത് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ഈ സിൽസിലയിൽ 42-ാമത്തതും അവസാനമായി എത്തിച്ചേരുന്നതും റഹ്മത്തുല്ലിൽ ആലമീൻ, ഖാത്തമുൻ നബിയീൻ, സയ്യിദുൽ ഔലിയ വൽ അംബിയ വൽ മുർസലീൻ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം